ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നത് പടനിലത്തേക്കാണ്. ബസ് കയറിയിട്ടാണ് പോകുന്നത്. കാരണം ബാക്കിയുള്ളവർ പിന്നാലെ വണ്ടിയിലുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ ഈസിൽ പിന്നാലെ വരുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ ബസ്സിനങ്ങ് പോവാണ്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും തലേ ദിവസമാണ് ഷോപ്പിൻ്റെ സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ട് വെച്ചത്. അപ്പം രാവിലെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. എന്തായാലും ഷോപ്പൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് ഓണായി വന്ന സമയത്തേക്ക് ദേ ഇവിടെ ക്രൗഡായിട്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. ആദ്യത്തെ കെട്ടുകാഴ്ച വന്നു. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ ദിവസമാണ് എല്ലാ കരകളിൽ നിന്നും കെട്ടുകാഴ്ച വരുന്നത്. കെട്ടുകാഴ്ച മീൻസ് ഈ കാളകളെ കൊണ്ടുവരുന്നത് അതാത് കരകളിൽ നിന്ന്. അപ്പം ഇന്ന് അത്രമാത്രം തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ വേറെ ഷോപ്പുകളൊക്കെ ഒരുപാട് നമ്മൾ ആലപ്പുഴയിലൊക്കെ ആയിരുന്നതുകൊണ്ടും വേറെ ഷോപ്പുകൾ ഉണ്ടായിരുന്നതുകൊണ്ടും നമുക്ക് ഇതിൻ്റെ ലേലത്തിന് വരാൻ പറ്റിയില്ല. അപ്പം പുറത്ത് ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് സ്ഥലം കിട്ടിയത്. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ എടുത്തത്. സാധാരണ നമ്മളുടെ കട ഫോക്കസ് ചെയ്യുന്നത് സ്നാക്സും ഡ്രിങ്ക്സും ആണ്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സ്നാക്സുകളൊന്നും വെക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു വലിയ ഷോപ്പ് അവർ എടുത്തിട്ടുണ്ട് സ്നാക്സിന് വേണ്ടി മാത്രം. അപ്പം അവർക്കൊരു കോമ്പറ്റീഷൻ പാടില്ല എന്ന് അവിടുന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സ്നാക്സ് ഒഴിവാക്കി ഡ്രിങ്ക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പാനിപൂരി സ്പൈറൽ നമ്മൾ പുതിയതായിട്ട് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഡ്രിങ്ക്സിനൊപ്പം പാനിപൂരി സ്പൈറലും മാത്രം വെച്ചാൽ മതി. സ്നാക്സ് വെക്കാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റ് കാണുന്ന ആ വലിയ കട കണ്ടില്ലേ, അവിടെയാണ് ഈ സ്നാക്സ് ഐറ്റം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒറ്റ ദിവസത്തേക്കാണ് ഷോപ്പ് അടിക്കുന്നത്. സാധാരണ 3 ദിവസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെയാണ് നമ്മൾ സാധാരണ ഷോപ്പ് അടിക്കുക. ഇത് ഒറ്റ ദിവസത്തേക്കാണ് അടിച്ചത്. അപ്പം നമ്മൾ എന്താ പറയുക, ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ ഒരു 12 മണിക്ക് ശേഷം ഒരു 1 മണിക്കുള്ളിലൊക്കെ ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നല്ല കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണെന്ന്. ബിക്കോസ് അത്രമാത്രം ക്രൗഡായിരുന്നു, അത്രമാത്രം ആളുണ്ടായിരുന്നു. ഏകദേശം ഒരു കാളയെ കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ക്രൗഡായി അവിടെ. തന്നെയല്ല, ഈ ഒരു വഴി മാത്രമല്ല, ഈ ഒരു റൂട്ടിലൂടെയാണ് മാക്സിമം കാളകൾ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ്, ആ നേരെ വരുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ ഷോപ്പുള്ളത്. കണ്ടേ, നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇത്രയും ക്രൗഡുള്ളത്. അപ്പോൾ നമുക്കൊരു സമാധാനമായി. അങ്ങനെ നമ്മുടെ കച്ചവടമൊക്കെ ഏകദേശം ഒന്ന് സ്റ്റാർട്ടായി വരുന്നു. അതേ സ്പൈറലും പാനിപ്പൂരിയൊക്കെ പോയി തുടങ്ങി. സ്പൈറലും പാനിപ്പൂരിയും ഞങ്ങൾ ആദ്യമായിട്ടാണ് അത് മാത്രം വെച്ചിട്ടൊരു ഷോപ്പ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ടെൻഷനൊക്കെ ഫുള്ള് വിട്ട്. കാരണം വെച്ചാൽ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. സ്നാക്സ് ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളൊരു ലെവലിലേക്ക് പോന്നു. പിന്നെ വെള്ളത്തിൻ്റെ കച്ചവടം, ഡ്രിങ്ക്സിൻ്റെ കച്ചവടത്തെക്കുറിച്ച് പറയേണ്ട, അത്രമാത്രം തിരക്കാണ്. കാരണം നല്ല ഹ്യൂമിഡിറ്റി, വെയിൽ, ചൂട്, പിന്നെ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ആകെ തളർന്ന് അവശരായിട്ട് വരുന്നവർ വെള്ളത്തിന് വേണ്ടിയിട്ട് അത്ര ദാഹിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും, നമ്മുടെ ഷോപ്പ് മാത്രമല്ല വെള്ളത്തിൻ്റെ എല്ലാ ഷോപ്പുകളും അത്രമാത്രം തിരക്കാണ്. നമ്മുടെ ഷോപ്പിനോട് ചേർന്നതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഷോപ്പും കൂടിയുണ്ട്. അവർക്കും സാധ്യമായ തിരക്കാണ്. അപ്പം ഞങ്ങളിങ്ങനെ തിരക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സനായും കുഞ്ഞും ഒരു സ്ഥലത്ത് മൂലയ്ക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. അവർക്ക് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു, കിടക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട്. അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഷോപ്പ് പോയി അടിക്കുമ്പോൾ അവർക്ക് 2 ആൾക്കും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലം നമ്മൾ അറേഞ്ച് ചെയ്യും. അവർക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട് വിത്ത് ഫാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളോട് ചേർന്നിട്ടുള്ളൊരു വെള്ളക്കട. ഇവർക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അതേ നമ്മൾ കെട്ടുകാഴ്ചകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തെത്തുമ്പം സ്വാഭാവികമായിട്ട് ക്രൗഡ് ആയതുകൊണ്ടും പിന്നെ അവിടെ ഒരു ടേണിങ് ആയതുകൊണ്ടും കുറച്ച് ബ്ലോക്ക് ആവുന്നുണ്ട് അവിടെ വരുമ്പോൾ. അതായത് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഒന്ന് ബ്ലോക്ക് ആവും. നമ്മളെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് കച്ചവടം കിട്ടുന്നൊരു സമയമാണ്. അങ്ങനെ കച്ചവടമൊക്കെ അങ്ങനെ തകൃതിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് തിരക്കൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. കച്ചവടം നോർമലി നടക്കുന്നു എന്നുള്ളത്, തിരക്കൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തിരക്കുള്ള സമയത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ അതിനുള്ള ടൈമോ അല്ലെങ്കിൽ അത് ചിന്തിക്കാനോ ഉള്ള ഒരു ഗ്യാപ്പും കിട്ടാറില്ല. കാരണം അത്രമാത്രം തിരക്കാണ്. തിരക്കെന്ന് പറയുമ്പോൾ നമ്മുടെ കട പൊളിച്ച് അകത്തേക്ക് വരുന്നൊരു ടൈപ്പ് ഓഫ് തിരക്കാണ് അപ്പോൾ സംഭവിക്കുന്നത്. അത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടിടുമ്പോൾ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഈവനിങ്ങിന് ശേഷം ഒരു 7 മണി 8 മണി 9 മണി ടൈമിൽ ആ ഒരു സമയത്തൊക്കെ ഒരു തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്തൊരു തിരക്കുണ്ട്. അതായത് ഒന്നിച്ച് 10ഉം 20ഉം കസ്റ്റമർ ഒരേ സാധനത്തിന് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ, ഞങ്ങൾ 2 അടുപ്പ് വെച്ച സമയമുണ്ട്, 3 അടുപ്പ് വെച്ച സമയമുണ്ട്, 2 കുക്ക് 3 കുക്കിനെയൊക്കെ നിർത്തിയൊരു ടൈമുണ്ട്. അത്രമാത്രം തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു 10 അടിയുടെ നമ്മുടെ കടയാണ്. നമ്മുടെ ഷോപ്പ് സാധാരണ നമ്മൾ 10 അടി 20 അടി 30 അടി വരെയൊക്കെയാണ് നമ്മൾ മാക്സിമം ഇടാറുള്ളത്.
എന്നുള്ളത്. അതുപോലെ സ്റ്റാഫ് ഉണ്ടാവും. ഇവിടെ നമ്മൾ 10 അടിയുടെ ഒരു ചെറിയ ഷോപ്പാണ് എടുത്തേക്കുന്നത്, കാരണം നമുക്ക് സ്നാക്സ് ഐറ്റം ഇല്ല. അപ്പോൾ പാനിപൂരിയും സ്പൈറലും ഇത്രയും പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ് പാനിപൂരിയും സ്പൈറലും മാത്രം നമ്മളൊരു സൈഡിൽ വെക്കുന്നത്. പക്ഷെ ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ടൊന്നും പിടിച്ചാൽ നിൽക്കുന്ന തിരക്കല്ല എന്നുള്ളത്. നമ്മൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഡ്രിങ്ക്സിൻ്റെ സൈഡിലായാലും സാധാരണ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ കുലുക്കി അടിക്കാനും അതുപോലെ നാരങ്ങ വെള്ളത്തിനൊക്കെ ആയിട്ട് മെയിനായിട്ട് 2 പേരുണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവും. അപ്പോൾ 3 പേരാണ് ആ ഒരു ഡ്രിങ്ക്സിൻ്റെ സൈഡിലുണ്ടാവുക സാധാരണ. പക്ഷേ ഈ തവണ എന്ന് വെച്ചാൽ 2 ആളേ ഉള്ളൂ. നമ്മൾ ഈ തിരക്ക് പ്രതീക്ഷിക്കുന്നില്ല, 2 പേരെ മാത്രമാണ് നിർത്തിയേക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാനോ ഫിറോസും ഉമ്മക്ക് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ തിരക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയായിപ്പോയി. എന്ന് വെച്ചാൽ സ്പൈറലൊക്കെ ഒരു ടൈം എത്തുമ്പോൾ നൈറ്റായി, കാളകൾ ഇനിയും വന്ന് തീർന്നിട്ടില്ല, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നൈറ്റ് ടൈമിൽ തിരക്കിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നത് ഒരു ടൈമിൽ സ്പൈറൽ നിർത്തി വെക്കേണ്ടി വന്നു. അതായത് ഉണ്ടാക്കി ഫിറോസ് കൈ വയ്യാണ്ടായിട്ട് ഞങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു ഒരു ടൈം ആയപ്പോൾ. കാരണം അത്രമാത്രം തിരക്കാണ്. പിന്നെ ഒരു സൈഡ് ഇപ്പോൾ ഷോപ്പിൻ്റെ 3 സൈഡിലും കസ്റ്റമറിന് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുതന്നെ ഈ അമ്പലത്തിൻ്റെ മുകളിലായിട്ട് ഈ ബാക്കിലൊരു മതിലുണ്ട്, അതിൻ്റെ മുകളിലും കസ്റ്റമേഴ്സ് നിന്നിട്ട് ഓർഡർ പറയാണ്, മുകളിലോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ 4 സൈഡിൽ നിന്നും കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ കസ്റ്റമറിനും അറ്റ് എ ടൈം നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അതായത് നമ്മുടെ കയ്യിൽ ഒരു അടുപ്പും ഒരു ചട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്പൈറൽ മാത്രമേ പൊരിക്കുന്നുള്ളെങ്കിലും അറ്റ് എ ടൈം ഇത് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത് സ്പൈറലിന് പൊതുവെ കുറച്ച് ടൈം എടുക്കും അതൊന്നായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടലി ഞങ്ങൾ പെട്ട അവസ്ഥയായിരുന്നു. ഒരു സമയമായപ്പോൾ പിന്നെ കുറച്ച് നേരം ഫിറോസിന് റെസ്റ്റ് പറഞ്ഞ് നിർത്തി വെച്ചപ്പോഴാണ് കസ്റ്റമറൊക്കെ ഒന്ന് ഒതുങ്ങിയതും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സാധാരണ കസ്റ്റമറിൻ്റെ വായിലിരിക്കുന്ന ചീത്തയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ സ്പൈറലും പാനിപ്പൂരിയും അതുപോലെ തന്നെ ഏകദേശം ഒരു 150-150 മുകളിൽ പ്ലേറ്റുകൾ പോയി. ഡ്രിങ്ക്സും പിന്നെ വെള്ളമായാലും കുലിക്കായാലും ഒക്കെ പോയതിന് കണക്കില്ല. എല്ലാവരും എന്താ പറയുക ടയേർഡാന്ന് പറഞ്ഞാൽ അത്രമാത്രം എല്ലാവരും കുഴഞ്ഞു പോയി. അങ്ങനെ ഏകദേശം ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ അകത്ത് ഇതിനേക്ക് കാരണം തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അകത്തേക്ക് കയറി വന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാളകളെയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ കൂടെ നമ്മുടെ കുഞ്ഞിച്ചേർക്ക ഉണ്ടായിരുന്നു. ഇവൻ നല്ല ഉറക്കമായിരുന്നു, ഇതൊന്നും അറിയാതെ ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങളിതേ കാളയെ കാണാൻ വന്നതാണ്. ഇവനും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. ഉത്സവപ്പറമ്പും ആൾക്കാരും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അവനും ഞാനും കുറച്ച് നേരം നിന്ന് കൊണ്ടുവന്ന എല്ലാ കാളുകളുടെയും ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഈ ഒരു കച്ചവടത്തിൽ നിന്ന് ഏറ്റവും ബെനിഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക ഒന്ന് യാത്രകളാണ്, പല പല സ്ഥലങ്ങൾ. രണ്ടാമത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമ്പലത്തിലും ഇതുപോലുള്ള കുറേ കാഴ്ചകളുണ്ടാവും, പ്രോഗ്രാംസുകളുണ്ടാവും. ഇപ്പം ഗാനമേള, നാടകം, ഫ്യൂഷന്. ഒരു കാലത്തൊക്കെ ഇതൊക്കെ കാണാൻ പോകാനൊന്നും നമുക്ക് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ കച്ചേരി പോലെ എന്തോ നടക്കുകയാണ്. ഇപ്പോൾ ഇതിനിങ്ങനെ അധികം ഓഡിയൻസ് ഒന്നും ഇല്ല, കുറച്ച് അമ്മമാരൊക്കെ ഇരുന്ന് അത് ആസ്വദിക്കുന്നുണ്ട്. എല്ലാവരും കാളകളെ കാണുന്ന തിരക്കിലും ഫുഡ് അടിക്കുന്ന തിരക്കിലും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാരൊന്നുമില്ല. ഞാനും കുറച്ച് നേരം നിന്നത് കണ്ടു. പിന്നെ അധികം നേരം നമുക്ക് നിന്ന് ഇവിടെ കറങ്ങാൻ പറ്റില്ലല്ലോ, നമുക്ക് നേരെ തിരിച്ച് ഷോപ്പിൽ പോകണ്ടേ. അപ്പം ഞാനൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് വന്നതാണ്. സനായാണ് ഇപ്പോൾ കട ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞുമായിട്ട് എത്ര നേരം അവൾ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുറച്ച് സമയം അവളെ കട ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ്, അവനുമായിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അങ്ങനെ നമ്മുടെ കച്ചവടമൊക്കെ ഏകദേശം പൂർത്തിയായി. നമ്മളത് കടയൊക്കെ പൊളിച്ച് വണ്ടിയിലാക്കി നേരെ നമ്മൾ വന്നത് ഫുഡ് അടിക്കാനാണ്. കാരണം രാവിലെ വന്നതാണ്, ഒരാൾക്ക് ഇരിക്കാനോ നിൽക്കാനോ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും ഗ്യാപ്പ് കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വിശം നനഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കച്ചവടത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉറക്കവും ഫുഡുമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വന്നതെന്ന് മീൻസ് ഇങ്ങോട്ട് വരുന്ന വഴിയിലാകെ ഇതൊരു ഷോപ്പ് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല, ആദ്യമായിട്ട് കയറുന്നതാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ ഈ റൂട്ടിൽ എവിടെ നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിലും ലൈറ്റ് കടയടച്ചിട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അസാധ്യമായ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നല്ല അസാധ്യമായ ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡും കിട്ടും, വയറച്ച് കഴിക്കാനുള്ള ഫുഡും കിട്ടും. അങ്ങനെ നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പം 2 ടൈപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് ഗ്രീൻ ചില്ലിയും പിന്നൊന്നും അല്ലാതെ നോർമലായിരുന്നു. അങ്ങനെ രണ്ടും നല്ല ടേസ്റ്റായിരുന്നു, 2 ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ആഹാരമൊക്കെ കഴിക്കുകയാണ്, കഥയൊക്കെ പറഞ്ഞ്. അപ്പോൾ കുഞ്ഞുണ്ട്, അവൻ ഇച്ചിരി കുസൃതിയും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളെ 2 ടേബിൾ ഓൾറെഡി അവൻ മാറ്റി. കാരണം വെള്ളമൊക്കെ കമഴ്ത്തിയിട്ട് അവർക്ക് കുറച്ച് ജോലിയൊക്കെ
ഒക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടാമത്തെ ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ കുറുമ്പ് കാരണം ഉമ്മ അവനെയും കൊണ്ട് മാറിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മ അവിടെ ഇരുന്ന് കഴിച്ചോളാം, അല്ലെങ്കിൽ ഇത്രയും പേരുടെ ഇടയ്ക്ക് അവൻ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇവനെ ഞങ്ങൾ എപ്പോൾ പോയാലും അവനെയാണ് ഹോട്ടലിലുള്ളവർ ആദ്യം തിരക്കുന്നത് എന്താ കൊണ്ടുവരാൻ ചോദിച്ചു. കാരണം അവരത്രയും നോട്ടീസ് ചെയ്തു അവൻ്റെ കുരുത്തക്കേട് കാരണം. അങ്ങനെ ഇപ്പം ഏകദേശം എന്താ പറയുക വെളുപ്പിനെ ആ സമയമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഏസിൻ്റെ പുറയിലാണ് ഇരിക്കുന്നത്, കാറ്റൊക്കെ കൊണ്ട്. അപ്പം അതൊക്കെ അങ്ങനെ പോവാണ്. ഇതിൻ്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യും, അതുപോലെ തന്നെ ബൈക്കിൽ യാത്ര ചെയ്യും, എല്ലാത്തിലും നമ്മൾ യാത്ര ചെയ്തത്. 4:36 സമയം കേട്ടോ, വെളുപ്പിനെയാണേ സമയം. റോഡിലും ഒരു മനുഷ്യന്മാരില്ല. അപ്പം ഞാനും സനയും പുറകിലിരുന്ന് ഇങ്ങനെ ആകാശമൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പോവാണ്. നല്ല ഉറക്കം വരുന്നതുകൊണ്ട് നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. അപ്പം അത്യാവശ്യം നല്ല കച്ചവടവും വൈകുന്നേരം കാശൊക്കെ ആയിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.